വണ്ടി കയറി നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരനോട് ഗോപൻ ഇവിടെയുള്ള 3 പേർ എടുക്കയിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. ജൂനിയർ അവിടെ വണ്ടി ഇറങ്ങി കയറി. ഓക്കെ, അവിടെ നല്ലൊരു ഫയർ വർക്കിഷൻ ഷെയ്ഖ് മുഹമ്മദിന് അവിടെ നല്ലൊരു ഫയർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ വണ്ടി പിക്ക് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന് അവിടെ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. അവർ ഈ ഒരു ബിൽഡിംഗ് ആണ് പുഷ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാരും ഇവിടെ തട്ടിയല്ലോ. പറടാ, ഒരു പിക്ക് വീണ നൈസായിരുന്നു. അവിടുന്ന് ഷെയ്ക്കിനൊരു പിക്ക് ഇവരെല്ലാം ഇവിടെ 2, 4, 6 അമര ആ സൈഡ് തള്ളി. അവരുടെ വർക്ക് ചെന്നെ ഡൗൺ ഉണ്ടോ? വിളിക്കാം. പ്ലേസ് റൈറ്റ് എടുത്തു. ഓക്കെ, ഇവിടെ നല്ലൊരു ഫയർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് അവർ പുഷ് ചെയ്യാണ്. KP വർക്കീസ് അവിടെ മേളിൽ ഫയർ ചെയ്തുകൊണ്ട് താഴെ നമ്മുടെ യാഹിയും ക്രിസ്റ്റിയും അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. റഷ്യൻ അവിടുത്തെ റഷ്യൻ ആരോ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇവർ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അൾട്രോൺ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിൾ വണ്ടി ഇവർ ഈ ഒരു ആംഗിൾ പെട്ടുപോയിരിക്കുകയാണ്. KP യുടെ പ്ലേയേഴ്സ് നോക്കുകയാണെന്നുണ്ട്. ആകാശോട് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അല്ല, ഡൗൺ ആയില്ല. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് കയറാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് അവിടെ എങ്ങനെ കയറണമെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു വണ്ടി ഇട്ടാൽ മാത്രമേ അവിടെ കയറാൻ സാധിക്കുകയുള്ളൂ. കക്കാശി ബാക്കിൽ വന്ന് നല്ലൊരു ഫയറിംഗ് ചെയ്യുന്നുണ്ട്. കക്കാശി ഒറ്റയ്ക്ക് അവർ പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കക്കാശിനെ അവർ ഷാഡോ പുഷ് ചെയ്ത് വരുന്നുണ്ട്. കക്കാശിനെ ഷാഡോ പുഷ് കക്കാശി അവർ ഷാഡോനെ ഫയർ ചെയ്തു, സ്പ്രേ ചെയ്തു. ഷാഡോ വേഴ്സസ് കക്കാശി. കക്കാശി ഷാഡോയ്ക്ക് നല്ല ടാഗ്. ഇപ്പോൾ നല്ലൊരു ട്രെയിനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്ത് വന്ന ആൾക്കാർ അവിടുന്ന് മൊയ്തീൻ കോയമാണ് ഫയർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ലൊരു മേളിൽ നിന്ന് നല്ല സ്പാം കൊടുക്കുന്നുണ്ട്. വർക്കിച്ച് തിരിച്ച് സ്പാം ചെയ്യുന്നുണ്ട്. ഇവരിന്റെ മടക്കി കയറാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് മേളിൽ നിന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ആഷ് BTW ഷെയ്ഖ് മുഹമ്മദ് നോക്കി കളിച്ചില്ലെങ്കിൽ തറയിൽ വീഴാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നല്ല ആംഗിളിൽ നിന്ന് എല്ലാ ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ ആണ്. ഈ ഒരു കോർണറിലോട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് ആണ് അവർ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കവർ കൊടുക്കാൻ KVക്ക് സാധിക്കുമോ? കവർ ചെയ്യാൻ വന്നിരുന്ന കക്കാശി അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ലൊരു തിരിച്ചൊരു ട്രേഡ് എടുക്കാൻ KVക്ക് സാധിച്ചിട്ടുണ്ട്. ഷാഡോനെയാണ് അവർ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ട്രേഡ് തന്നെയാണ് അത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാബ കല്യാണി അവരുടെ ബാക്കിയുള്ള 11 പ്ലേയേഴ്സും ഈ ഒരു ആംഗിളിലാണ്. നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട് KP ട്രാവിസിന്. വർക്കിച്ചിന് ഇപ്പോഴും മേളിൽ നിന്ന് സ്പാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ അൾട്രോൺ ഒറ്റയ്ക്ക് വന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അൾട്രോൺ നല്ലൊരു ട്രാവിസിനെ പിക്ക് ഓഫ് KVയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പിക്ക്. ട്രാവിസ് ഡൗൺ ആയിരിക്കുകയാണ്. വർക്കിച്ചിന് വീണ്ടും സ്പ്രേ ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു കവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കി ജാക്ക് പാറ്റോ അവന്റെ ഹെൽത്ത് അടിച്ചു. നല്ലൊരു ടാഗാണ് അവിടെ വർക്കിഷൻ കൊടുത്തതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ സൈഡിൽ നിന്നും KPനെ അവർ വളർന്ന് KVയെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേളിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങി പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ബൈഫൂട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ അവരെല്ലാരും ജാം ആയിരിക്കുകയാണ്. വർക്കിച്ചിന് മേളിൽ നിന്ന് വീണ്ടും ടാഗ് കൊടുക്കുന്നുണ്ട്. അൾട്രോൺ വണ്ടി എടുത്ത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഓക്കെ, അടുത്തൊരു വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. KVയുടെ 3 പ്ലേയേഴ്സ് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. നോക്കുവാണെങ്കിൽ KVയുടെ 3 പ്ലേയേഴ്സ് കിങ് തോട്ടായിട്ട് അടികൊണ്ട് ഓടിയിട്ടുണ്ട്. ആഷ് BTW അവിടെ അടികൊണ്ട് ഓടുന്നുണ്ട്. സാലിയോ ലിറ്ററലി ലോ HP ആണ്. ഹീൽ ചെയ്യാനുള്ള സമയം കിട്ടും. വീണ്ടും ഒരു പിക്ക് വർക്കിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. മേളിൽ നിന്ന് നല്ലൊരു ആംഗിൾ, നല്ലൊരു കവർ ഫയർ, നല്ലൊരു കവറിങ്. ആക്ച്വലി KPക്കാർ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. KV എല്ലാ ആംഗിളിൽ നിന്നും സ്പ്രേ ചെയ്യുകയാണ് അവരെ. അവർക്ക് ഡ്രാഗൺ ഇപ്പോൾ സ്പോട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിളിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് ജോഡക്സിന്റെ കാര്യത്തിൽ തീരുമാനമാണെന്ന് തോന്നുന്നു. ആകാശ് ജോഡക്സ് ഇപ്പോൾ ഡൗൺ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആകാശ് ജോഡക്സ് നിര്യാതരാവട്ടെ സമയം ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ആകാശ് ജോഡക്സിന്റെ അൾട്രോൺ KVയെ പുഷ് ചെയ്ത് കയറി സ്പൈഡി ഫ്ലെക്സിനെ മൊയ്തീൻ കോയ ഒറ്റയ്ക്ക് ബട്ട് അവിടെ കവർ ചെയ്യാൻ ഡ്രാഗൺ ഉള്ളത് കൊണ്ട് മൊയ്തീൻ കോയ ഡൗൺ ആയില്ല. ഇപ്പുറത്തിൽ നിന്ന് ആൾക്കാർ കയറി വന്നിരിക്കുകയാണ്. വർക്ക് നല്ലൊരു പൊസിഷൻ അവര് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു.
ഷെയ്ഖ് മുഹമ്മദ് KV ജാക്ക് പാറ്റോണിനെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. വർക്കിച്ചൻ KV പിക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡ്രാഗൺ അവിടെ ആഷ് ബാരിയുടെ ഡ്രാഗണിന് വീണ്ടും ഒരു പിക്ക്. നമ്മുടെ ഭാഗത്ത് തന്നെ ലോ ആകുന്നുണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ. കഴിഞ്ഞു വീണ്ടും ഡ്രാഗൺ KVA 2 പ്ലേയേഴ്സ് 3 പ്ലേയേഴ്സ് ഡൗൺ, 4 പ്ലേയേഴ്സ് ഡൗൺ. അല്ല അതാ കൂട്ട ഫയറില്ലേ കുറെ ഡാമേജ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത്ര ഏരിയ ഗ്യാപ്പിൽ കിടന്നുള്ള അടിയല്ലേ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. Chamberlain Hills is back in our hands. KP failed to 52 കാർഡിൽ ഫെയിൽ ആയിരിക്കുകയാണ്. KP 5200 മണിക്കൂറാണ് അവര് ഈ ഒരു 5 മിനിറ്റിനെ കളഞ്ഞത്. നമുക്ക് നല്ലൊരു ടർഫിന്റെ തുടക്കം തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പിക്ക് എടുത്തിരിക്കുന്നത് അപ്പാപ്പൻ ആടിനെയാണ് ആദ്യത്തെ പിക്ക് എടുത്തേക്കുന്നത്. ആദ്യത്തെ പിക്ക് അപ്പാപ്പനാണ് ആടിനെ കൊന്നത്. ഇതെന്റെ ഡയലോഗല്ലേ? പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്കിച്ചനാണെന്ന് തോന്നുന്നു മാൻ ഓഫ് ദ മാച്ച്. മൊയ്തീൻ ഗോയയുടെ നല്ലൊരു ട്രേഡ് ആയിരുന്നു ഗൈസ്. ഇല്ലെങ്കിൽ അവിടെ KVക്ക് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആയേനെ. പക്ഷെ അവിടെ മൊയ്തീൻ ഗോയ നല്ലൊരു ട്രേഡ് തന്നെ ഷാഡോനെ എടുത്തിട്ടുണ്ട്. അതേപോലെ കക്കാശി നല്ലൊരു ടാഗ് തന്നെ ഷാഡോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ വർക്കിച്ചന്റെ മേളിൽ നിന്നുള്ള 2 പിക്ക്, സാലിയോയുടെയും അതേപോലെ ട്രാവിസ് അലക്സിന്റെയും 2 പിക്കുകൾ. വർക്കിച്ചന്റെ അത് പേര് ബഗ്ഗാണെന്ന് തോന്നുന്നു. ക്രിസ്റ്റി ജൂനിയറിനെ ആകാശ് ഉണ്ട് ഒരേ, അത് സെയിം ആണ് തോന്നുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ വർക്കിച്ചിന്റെ മൂന്നാമത്തെ ഒരു താഴെ ഇറങ്ങിയൊരു പിക്ക് ഒബീറ്റോ ഉച്ചയും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ നന്നായിട്ട് കളിച്ചു. ഡൗൺ ആക്കി. അതേപോലെ കാർലോ ഷെയ്ഖ് മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. നീ അധികം കളിക്കണ്ട. ഏതാ കളി? ഏതാ വർക്കിച്ചൻ? തൊലച്ചില്ലേ? വർക്കിച്ചൻ 2 വിക്ക് കൂടെ കിട്ടിയേനെ. മറ്റേ അവൻ ചാരി ഇരുന്നോണ്ട് അല്ലെങ്കിൽ കിട്ടിയേനെ. അതും കിട്ടിയേനെ. അവനൊക്കെ ചാരിക്കളഞ്ഞു അവിടെ. 5200 മണിക്കൂറിലാണ് 5 മിനിറ്റ് കളി തീർന്നത്. അപ്പോൾ നല്ലൊരു ടർഫ്. ഇപ്പഴും നമ്മുടെ കൺട്രോളിൽ ഇതിനൊക്കെ അടിക്കും ഓക്കെ അത് അങ്ങോട്ട് വരും. ആ വണ്ടി എന്തായാലും ഇവിടെ കുത്താൻ സമ്മതിക്കല്ല. അതിന് നോക്കിക്കോണേ. വന്നിട്ടുണ്ടേ എടാ ഇവിടെ വരും ഈ പിങ്ങിൽ വരുമോ? ഇവിടെ വന്ന് പിക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഓൺസ്പോട്ട് നിൽക്കുക. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഇവിടെ വരാൻ പറ്റിയാലേ നമുക്ക് വേണം. കുറച്ചുകൂടെ ആള് വേണം. ഇപ്പൊ പുഷ് ചെയ്യണ്ട. എടാ വണ്ടി കേറുവാ. അടിക്കടാ. റൈറ്റ് പോയി അടിക്ക്. ഡ്രൈവറിനെ അടിക്ക്. തിരിച്ചു പൊസിഷൻ കീപ്പ് ചെയ്യ്. പൊസിഷൻ എടുക്ക്. നൈസ്. അത്രേ ഉള്ളൂ. എടാ മൊയ്തീനെ വന്നോ? വിളിച്ചിട്ട് വന്നോ? ബാക്കിയുള്ളവർ പുഷ് ചെയ്യാൻ റെഡിയാണോ? എടാ വെയിറ്റ് ചെയ്യില്ലല്ലോ. അവര് മൾട്ടിപ്പിൾ ഉണ്ട്. കുറെ പേരുണ്ട്. ഞാനൊരു കവർ ഫയർ ചെയ്യാം എന്നിട്ട്. എടാ റെഡിയാണോ? ഓക്കെ കേറിക്കോ. ഈ താഴെ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. അവനെ ആദ്യം നോക്കേ. ഓക്കെ അവനെ എടുക്കും. ബാക്കിയുള്ളവർ പുഷ് കേറി പണ്. ഈ വണ്ടിയിലുള്ളവനെ ക്ലിയർ ചെയ്യും. നൈസാ. കേറി പണ്. അടിക്ക് തീർക്ക്. പുഷ് കേറി ഇറങ്ങി പുഷ് റൈറ്റ് സൈഡ് പുഷ് കവറൊക്കെ ഉണ്ട്. കേറി അടിക്ക്. പണ്ടി വിട്. എടാ കേറി അടിക്കടാ. ഇതെന്താ ഇവിടെ വന്ന് ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന മലര്? ഓക്കെ വണ്ടിയിലുള്ളവരെ ക്ലിയർ ചെയ്യും. അടുത്തോണ്ടാവണേ. കേറി പണ്. അടിക്ക്. റൈറ്റ് സൈഡ് പുഷ് റൈറ്റ് സൈഡ് പുഷ്
കവറൊക്കെ ഉണ്ട് കേറി അടിക്ക് പന്നി വിട് ഇവിടെ ഇനിയുണ്ടാ കൊറേ ടീം കേറി അടിക്കടാ. തീർന്നോ അതിനവിടെ വന്നില്ലേ ഉള്ളു പണ്ടാറത് അടിക്കാൻ പറ്റേണ്ടത് സ്ഥലം വേണ്ട വേഗം എടാ ഇത് പറഞ്ഞേക്ക് ഉന്നാൽ മുടിയാതെ തമ്പി